ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമായ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം അടുത്തെത്തി അല്ലേ? കലോത്സവം ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഐറ്റംസ് ഒക്കെ കുറേ ഏറെ ഉണ്ട്. കൂടുതൽ കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ മാറ്റങ്ങൾ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. പ്രവാസികൾക്കും ഉണ്ട് ബാലോത്സവവും കേരളോത്സവവും ഒക്കെ. നാട്ടിലെ ഓരോ ഉത്സവവും പ്രവാസത്തിലും കൊണ്ടുവരാൻ വിവിധ കൂട്ടായ്മകൾ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇവിടെയുള്ള കുട്ടികൾക്കും ഈ അവസരങ്ങളൊക്കെ ലഭിക്കുന്നത്. അതും നല്ല കാര്യം തന്നെ. എന്നാൽ അന്നും ഇന്നും വലിയ മാറ്റങ്ങളില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. മറ്റൊന്നുമല്ല, സമ്മാനമായിട്ട് കൊടുക്കുന്ന ട്രോഫി അല്ലെങ്കിൽ മൊമെന്റോ ആണ് വിഷയം. കലോത്സവത്തിൽ മാത്രമല്ല, സ്പോർട്സിനും അക്കാദമിക് എക്സലൻസിനും അതുപോലെ ആദര സൂചകമായിട്ടൊക്കെ ഇന്നും നൽകുന്നത് മൊമെന്റോ അല്ലെങ്കിൽ ട്രോഫി. പ്രദർശിപ്പിക്കാൻ മാത്രം കഴിയുന്ന ഇത്തരം സമ്മാനങ്ങൾ ഇനിയെങ്കിലും ഒഴിവാക്കണ്ടേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ് എന്ന് ഇന്ന് കരുതാൻ പറ്റുമോ? അത്യാവശ്യം പാടുന്ന അല്ലെങ്കിൽ വരക്കുന്ന ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരു വർഷം കുറഞ്ഞതൊരു 3 ട്രോഫിയെങ്കിലും കിട്ടുകയാണെങ്കിൽ +2 കഴിയുമ്പോഴേക്കും 36 ട്രോഫി. ഇതൊക്കെ എവിടെ കൊണ്ടുവെക്കും? അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതൊന്നും എല്ലാവർക്കും കിട്ടൂലല്ലോ എന്ന്. ഇന്ന് ഓരോ മാസവും 2ഉം 3ഉം ദിനാചരണങ്ങളാണ്. പരിസ്ഥിതി ദിനം, വായനാ ദിനം, ശിശുദിനം. അതിനോടനുബന്ധിച്ച ക്വിസ്, പോസ്റ്റർ, അങ്ങനെയും ഉണ്ടാവും മത്സരങ്ങൾ. സമ്മാനങ്ങളും അങ്ങനെ തന്നെ. ഇനി ഇതിലും പങ്കെടുക്കാത്ത അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിൻ്റെ കാര്യം എടുത്താൽ സ്കോളർഷിപ്പ് പരീക്ഷകളായ LSS, USS, NMMS, പിന്നെ SSLC, +2 ഇവിടെയൊക്കെ വിജയത്തിന് സ്കൂൾ വക മാത്രമല്ല സമ്മാനം. പഞ്ചായത്ത്, ആർട്സ് ക്ലബ്ബ് വക ഒക്കെ മൊമെന്റോസ് അല്ലെങ്കിൽ ട്രോഫി ആയിരിക്കും. അവാർഡ് നൽകുന്നത് വളരെ നല്ലതാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്, മറ്റുള്ള കുട്ടികൾക്ക് പ്രചോദനമാണ്. എന്നാൽ അത് ഉപകാരമുള്ള എന്തെങ്കിലും ആയിക്കൂടെ? മുമ്പ് ഞാൻ ഈ വിഷയം എഴുതിയപ്പോൾ സമാന സാഹചര്യം പങ്കുവച്ച് പലരും കമൻ്റ് ചെയ്തിരുന്നു. അന്നത്തെ എൻ്റെ പോസ്റ്റിൽ ഞങ്ങളുടെ ട്രോഫിയൊക്കെ ഉമ്മ കുറേ കാലം പൊടിമുട്ടി സൂക്ഷിച്ചതും പിന്നീട് ഞങ്ങളുടെ മക്കളുടെ ട്രോഫികളൊക്കെ ആ ഒരു ഷെൽഫിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ പഴയ സാധനങ്ങളൊക്കെ എടുക്കാൻ വന്ന ഒരാൾക്ക് ഞങ്ങളുടെ ട്രോഫിയൊക്കെ ഉമ്മ തൂക്കി വിറ്റ് ഒഴിവാക്കിയത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊട്ടും ശരിയായില്ല എന്ന് എൻ്റെ 1-2 അടുത്ത സുഹൃത്തുക്കൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അവർ പറഞ്ഞ കാരണം ഉപകാരമൊന്നും ഇല്ലെങ്കിലും ഒരു കാലത്ത് അഭിമാനത്തോടെ ജനമധ്യത്തിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതല്ലേ എന്നുള്ളതാണ്. തീർച്ചയായും ശരിയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷവും പ്രചോദനവും ഒക്കെ തന്നെയാണ്. എന്നാൽ ആ ഒരു അഭിമാനവും പ്രോത്സാഹനവും കിട്ടാൻ ട്രോഫിയോ മൊമെന്റോ തന്നെ വേണമെന്നില്ലല്ലോ. അതല്ലാത്ത എന്ത് തന്നാലും നമ്മൾ വാങ്ങുമായിരുന്നു അല്ലേ? കഴിഞ്ഞ വർഷം എൻ്റെ സുഹൃത്തിന് മികച്ച കർഷക അവാർഡ് കിട്ടിയപ്പോഴും കൊടുത്തു മൊമെന്റോ. നാട്ടിലെ തൈകളൊക്കെ തീർന്നു പോയ പോലെ. അതോ ഈ ജൂൺ 5-ന് മാത്രം നൽകേണ്ട ഒന്നാണോ ഈ തൈ? ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, 25 വർഷം മുമ്പ് എനിക്ക് കിട്ടിയതൊക്കെ ഫലവൃക്ഷ തൈകളാണെങ്കിൽ എത്ര നന്നായേനെ. ഈ കാലത്തിനിടയിൽ എത്ര കീടനാശിനി ഇല്ലാത്ത ഫലങ്ങൾ അത് തന്നേനെ എന്ന്. ഇനി ഫലങ്ങളൊന്നും തന്നില്ലെങ്കിലും അത് തരുന്ന തണല് മതിയല്ലോ, ശുദ്ധവായു മതിയല്ലോ. ഇതിനേക്കാൾ നല്ല സമ്മാനം എന്താണുള്ളത്? വഖഫ് വിഷയത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജാരിയായ സദക്ക എന്ന വാക്ക്. അതായത് എന്നെന്നും നിലനിൽക്കുന്ന ദാനധർമ്മം. അതുപോലെ എന്നെന്നും നിലനിൽക്കുന്ന ഒരു സമ്മാനമല്ലേ ശരിക്കും ഈ തൈകൾ. ഇനി തൈ പറ്റില്ലെങ്കിൽ പുസ്തകങ്ങൾ കൊടുക്കാലോ. കുട്ടികളിൽ വായനാ സംസ്കാരം കുറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞു പരിതപിച്ചാൽ മാത്രം പോരല്ലോ. അതുമല്ലെങ്കിൽ സ്കൂൾ സ്റ്റേഷനറീസ് കൊടുക്കുക. കലോത്സവത്തിൻ്റെ ലോഗോ ഒക്കെ വെച്ച് വേണമെങ്കിൽ അടിപൊളിയാക്കാലോ. അത് കുട്ടികൾ എന്ന് സ്കൂളിൽ എടുക്കുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും പ്രചോദനമാവും. അല്ലാതെ ഷെൽഫിൽ വെച്ചിരിക്കുന്ന ഈ മൊമെന്റോ കാണിക്കാൻ വേണ്ടി എന്നും കൂട്ടുകാരെ വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ലല്ലോ. ഈ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ജേഴ്സി, അതുപോലെ സ്പോർട്സ് ഷൂ തുടങ്ങിയ ഐറ്റംസ് ഒക്കെ സമ്മാനമായിട്ട് കിട്ടുമ്പോൾ പ്രാക്ടീസിനൊക്കെ എന്തായാലും ഉപകാരപ്പെടും. ഒരു ഭാഗത്ത് മാലിന്യമുക്ത കേരളം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് കിട്ടുന്നവർക്കും ഭൂമിക്കും ഭാരമാവുന്ന ഇത്തരം സമ്മാനങ്ങൾ നൽകുന്നത് പാഴ്വേലയല്ലേ? സ്വിറ്റ്സർലാൻഡ് പോലെയൊക്കെയുള്ള രാജ്യങ്ങളിൽ മൃതദേഹം വരെ പ്രകൃതിക്ക് ദോഷമാകുമെന്നതിനാൽ സാധാരണ രീതിയിലുള്ള സംസ്കാര നടപടികൾ ഒഴിവാക്കി ബദൽ സംവിധാനം ചിന്തിക്കുന്നതാണ്. നമ്മൾ അവർക്കും മാതൃകയാവുന്ന രീതിയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. മരിച്ചവർക്കോ ജീവിക്കുന്നവർക്കോ ഒരു ഉപദ്രവമാവാത്ത രീതിയിലുള്ള നല്ല മാതൃകകൾ.